Welcome to our GS class. How are you? I hope all of you are fine and safe at home, and I wish you a very happy and prosperous new year. Today we are going to start with a new chapter, Standard 5 GS, Chapter 4, Rocks and Minerals. This is your fourth chapter, Rocks and Minerals. Okay, so let us learn them in detail. Before that, I am showing you a picture. Can you see this? What is this? Yes, it is Taj Mahal. What is the Taj Mahal made of? അതായത് ഈ താജ്മഹൽ അല്ലേ, നമ്മളെല്ലാവരും പിക്ചറിലൂടെയും ഇത് കണ്ടിട്ടുണ്ട് താജ്മഹൽ. ഈ താജ്മഹൽ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വൈറ്റ് മാർബിൾ അല്ലേ. വൈറ്റ് മാർബിൾ കൊണ്ടാണ് താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത്. സോ വി ക്യാൻ സീ റോക്സ് ഓൾ അറൗണ്ട് അസ്. സ്റ്റാച്യൂസ്, ചോക്സ്, ബ്രിക്സ്, walls of your room, pebbles and soil are all made from rocks. ഓക്കെ, നമുക്കറിയാം, നമ്മൾ കാണുന്ന സ്റ്റാച്യൂസ്, അതുപോലെ തന്നെ നമ്മുടെ റൂമിൻ്റെ വോളൊക്കെ നിർമ്മിച്ചിരിക്കുന്ന ബ്രിക്സ് കൊണ്ടാണ്. അതുപോലെ ഇതെല്ലാം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? റോക്സിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഈവൻ സാൻഡ് ആൻഡ് മഡ് ആർ എ പാർട്ട് ഓഫ് റോക്സ്. അതുപോലെ തന്നെ സാൻഡും മഡും ഇതെല്ലാം റോക്സിൻ്റെ ഒരു പാർട്ടാണ്. ഗോൾഡ് ആൻഡ് സിൽവർ from which ornaments are made are obtained from naturally occurring substance called minerals. Okay, rocks and minerals form an important part of our lives. So let us learn them in detail. What are the different types of rocks? Okay, rocks are of three types depending on how they are formed. They are igneous rocks, sedimentary rocks and metamorphic rocks. Okay, based on the formation, the rocks are classified into three: igneous rocks, sedimentary rocks and metamorphic rocks. These are the three types of rocks. First one is igneous rocks, sedimentary rocks and metamorphic rocks. So first we are going to study about igneous rocks. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് igneous rocks നെ കുറിച്ചാണ്. ഓക്കെ, all the rocks that are found on the earth are initially igneous in nature. The igneous rocks form the base of all major landforms such as plains and mountains. They also form the seabed. അതായത് എല്ലാ റോക്സിൻ്റെ ഇനീഷ്യൽ ഫോം എന്ന് പറയുന്നത് ഇഗ്നിയസ് ഫോമാണ്. എല്ലാ റോക്സും അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ഇഗ്നിയസ് നേച്ചറിലായിരിക്കും. ഓക്കെ, ദ ഇഗ്നിയസ് റോക്സ് ഫോം ദ ബേസ് ഓഫ് ഓൾ മേജർ ലാൻഡ് ഫോംസ് സച്ച് ആസ് പ്ലെയിൻസ് ആൻഡ് മൗണ്ടൻസ്. ഈ മൗണ്ടൻസിൻ്റെ പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ നിരപ്പായ ലാൻഡ് ഫോംസ് ആണ്. ഓക്കെ, ഇതിൻ്റെ എല്ലാം ബേസ് എന്ന് പറഞ്ഞാൽ ഇഗ്നിയസ് റോക്സ് ആണ്. ഓക്കെ, we know that the earth is made up of an outer crust, middle mantle and inner core. നമുക്കറിയാം, ഈ എർത്ത് എന്ന് പറഞ്ഞാൽ എർത്ത് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഔട്ടർ ക്രസ്റ്റ്. എർത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയറിനെ നമ്മൾ പറയുന്ന പേരാണ് ക്രസ്റ്റ്. ക്യാൻ യു സീ ദിസ്? The outer layer of earth is called crust. Can you see this? This is crust. And middle mantle, middle portion of the earth is called mantle. This is mantle. Okay, and
ആൻഡ് ഇന്നർ കോർ. ഏറ്റവും ഇന്നറായിട്ടുള്ള പാർട്ടാണ് എർത്തിൻ്റെ ഇന്നർ പാർട്ടിന് പറയുന്ന പേരാണ് കോർ. ഓക്കെ, can you see this? The earth is made up of an outer crust, middle mantle and an inner core. Okay, the crust and the upper part of the mantle are made up of layers of solid rocks. അതായത് ക്രസ്റ്റും അതുപോലെ തന്നെ മാൻഡിലിൻ്റെ അപ്പർ പാർട്ടും നിർമ്മിച്ചിരിക്കുന്ന സോളിഡ് റോക്സ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഹോട്ട് ബിലോ ദീസ് ലെയേഴ്സ് ആൻഡ് ദ ഓവർലൈങ് ലെയേഴ്സ് പ്രസ് ഡൗൺ വിത്ത് ഗ്രേറ്റ് ഫോഴ്സ്. ഓക്കെ, ഡ്യൂ ടു ദിസ് ദ മിഡിൽ പാർട്ട് ഓഫ് ദ മാൻഡിൽ ഈസ് ഇൻ എ മോൾട്ടൺ സ്റ്റേറ്റ് ആൻഡ് ഈസ് കോൾഡ് മാഗ്മ. അതായത് നമ്മൾ പറഞ്ഞ ഈ ലെയേഴ്സ് ഒരു പ്രസ് അല്ലെങ്കിൽ ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഈ ഫോഴ്സിൻ്റെ ഫലമായിട്ട് ഈ മാൻഡിലിൻ്റെ ഇന്നർ പാർട്ട് എന്ന് പറയുന്നത് ഒരു മോൾട്ടൺ സ്റ്റേജിലായിരിക്കും. ഓക്കെ, മോൾട്ടൺ സ്റ്റേറ്റിലായിരിക്കും. ആ മോൾട്ടൺ സ്റ്റേറ്റിന് പറയുന്ന പേരാണ് മാഗ്മ. ഓക്കെ, സംടൈംസ് ദ മാഗ്മ ഫ്ലോസ് ഔട്ട് ഓൺ ടു ദ സർഫസ് ഓഫ് ദ എർത്ത്. ചില സമയത്ത് ഈ മാഗ്മ എർത്തിൻ്റെ സർഫസിലേക്ക് വരുന്നു. ദ മാഗ്മ ദാറ്റ് ഫ്ലോസ് ഔട്ട് ഈസ് കോൾഡ് ലാവ. ഈ പുറത്തേക്ക് വരുന്ന മാഗ്മയെ പറയുന്ന പേരാണ് ലാവ. ഓക്കെ, ദ ലാവ കൂൾസ് ഡൗൺ, ഇറ്റ് ഫോംസ് ഇഗ്നിയസ് റോക്സ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. മാഗ്മ എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് മോൾട്ടൺ സ്റ്റേറ്റിലാണ്. മോൾട്ടൺ സ്റ്റേറ്റിലായതുകൊണ്ട് തന്നെ അത് നല്ല ചൂടായിരിക്കും, ഭയങ്കര ഹോട്ടായതുകൊണ്ട് ഈ മാഗ്മ ഭൂമിയുടെ സർഫസിലേക്ക് വരുമ്പോഴത്തേക്കിന് അത് തണുക്കുന്നു. അതെ, ഭൂമിയുടെ സർഫസിലേക്ക് വരുന്ന മാഗ്മയെ പറയുന്ന പേരാണ് ലാവ. ഓക്കെ, വെൻ ദ ലാവ കൂൾസ് ഡൗൺ ഇറ്റ് ഫോംസ് ഇഗ്നിയസ് റോക്സ്. ഈ ലാവ തണുക്കുമ്പോഴുണ്ടാകുന്ന റോക്സ് ആണ് ഇഗ്നിയസ് റോക്സ്. ഓക്കെ, ദ മോൾട്ടൺ മാഗ്മ ക്യാൻ ഓൾസോ കൂൾ ഡൗൺ ടു ഫോം ഇഗ്നിയസ് റോക്സ് ബിലോ ദ എർത്ത് സർഫസ്. ഓക്കെ, ഇഗ്നിയസ് റോക്സ് ആർ ഓഫ് വേരിയസ് ടൈപ്സ്. അതായത് ഇഗ്നിയസ് റോക്സിനെ പല രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇഗ്നിയസ് റോക്സ് ആർ ഓഫ് വേരിയസ് ടൈപ്സ്. ഇഗ്നിയസ് റോക്സ് പല ടൈപ്പിലുണ്ട്. ഫസ്റ്റ് വണ്ണാണ് ഗ്രാനൈറ്റ്. ഇഗ്നിയസ് റോക്സിൻ്റെ ഒരു ഫോമാണ് ഗ്രാനൈറ്റ്. ഇറ്റ് ഈസ് ഫോംഡ് when the magma cools down below the surface of the earth. It is very hard rock and is used as building material. Okay, can you see this? This is a picture of granite. ഇഗ്നിയസ് റോക്സിൻ്റെ ഒരു ഫോമാണ് ഗ്രാനൈറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫോംഡ് വെൻ ദ മാഗ്മ കൂൾസ് ഡൗൺ ബിലോ ദ സർഫസ് ഓഫ് ദ എർത്ത്. അതായത് ഈ മാഗ്മ തണുത്തുണ്ടാകുന്നു. ഭൂമിയുടെ നമ്മുടെ എർത്തിൻ്റെ സർഫസിലല്ല, ബിലോ ദ സർഫസിൽ ഈ മാഗ്മ തണുത്ത് കഴിയുമ്പോഴുണ്ടാകുന്ന റോക്സാണ് ഗ്രാനൈറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വെരി ഹാർഡ് റോക്ക് ആൻഡ് ഈസ് യൂസ്ഡ് ആസ് ബിൽഡിംഗ് മെറ്റീരിയൽ. ഇത് ഭയങ്കര ഹാർഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ബിൽഡിംഗ് ഒക്കെ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ബസാൾട്ട്. ബസാൾട്ട് എന്ന് പറഞ്ഞാലും അത് ഒരു ഇഗ്നിയസ് റോക്ക് തന്നെയാണ്. ബസാൾട്ട് ഈസ് ഫോംഡ് വെൻ ദ ലാവ കൂൾസ് ഡൗൺ ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്. ലാവ ഭൂമിയുടെ സർഫസിൽ ലാവ തണുത്തുണ്ടാകുന്ന റോക്സിന് പറയുന്ന പേരാണ് ബസാൾട്ട്. ഇറ്റ് ഈസ് ഡെൻസ്. ക്യാൻ യു സീ ദിസ്? ഇറ്റ് ഈസ് എ പിക്ചർ ഓഫ് ബസാൾട്ട്. ഓക്കെ, it is dense, dark and has fine grains. Basalt is used in the construction of roads. Basalt എന്തിനാണ് ഉപയോഗിക്കുന്നത്? റോഡ്സിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. How it is formed? The basalt is formed when the lava cools down on the surface of the earth. Okay. And next is pumice.
നെക്സ്റ്റ് ഫോമാണ് ഇഗ്നിയസ് റോക്സിൻ്റെ മറ്റൊരു ഫോമാണ് പ്യൂമൈസ് എന്ന് പറയുന്നത്. ദിസ് ഈസ് എ സോഫ്റ്റ് റോക്ക് ദാറ്റ് ഹാസ് മെനി ഹോൾസ്. അതായത് ഒരുപാട് ഹോൾസോട് കൂടിയ റോക്സ് ആയിരിക്കും. ഇത് സോഫ്റ്റ് ആയിരിക്കും ഈ പ്യൂമൈസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫോം ഡ്യൂ ടു ദ ക്വിക്ക് കൂളിംഗ് ഓഫ് ലാവ വിത്ത് എയർ ട്രാപ്ഡ് വിത്തിൻ ഇറ്റ്. അതായത് ഈ ലാവ പെട്ടെന്ന് തന്നെ തണുത്തുണ്ടാകുന്നതാണ് പ്യൂമൈസ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എയർ ട്രാപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഇതിൽ ഹോൾസ് ഉണ്ടാകുന്നത്. പ്യൂമൈസ് ഈസ് യൂസ്ഡ് ആസ് എ ലൈറ്റ് വെയ്റ്റ് ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് ആസ് എ സ്ക്രബർ ടു ക്ലീൻ ദ ബോഡി. നമ്മൾ സ്ക്രബറായിട്ടുമൊക്കെ ഈ പ്യൂമൈസ് ഉപയോഗിക്കും. ഓക്കെ, നെക്സ്റ്റ് ഈസ് സെഡിമെൻ്ററി റോക്സ്. ഫസ്റ്റ് വണ് നമ്മൾ പഠിച്ച ഇഗ്നിയസ് റോക്സിനെ കുറിച്ചാണ്. ഇഗ്നിയസ് റോക്സിൻ്റെ വേരിയസ് ഫോംസിനെ കുറിച്ച് പറഞ്ഞു. ഗ്രാനൈറ്റ്, ബസാൾട്ട്, പ്യൂമൈസ്. നെക്സ്റ്റ് ഈസ് സെഡിമെൻ്ററി റോക്സ്. സെക്കൻഡ് ഫോമാണ് സെഡിമെൻ്ററി റോക്സ്. Big rocks get broken down into smaller rocks by the action of wind and water. This process is called weathering. What is weathering? Weathering is the process of broken down of big rocks into smaller rocks by the action of wind and water. അതായത് കാറ്റിൻ്റെയും വാട്ടറിൻ്റെയും സഹായത്തോടെ വലിയ വലിയ റോക്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സ്മോളർ റോക്സ് ആക്കി മാറ്റുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് വെതറിംഗ്. ദ സ്മോൾ പാർട്ടിക്കിൾസ് ഓഫ് ദ റോക്സ് ആർ കോൾഡ് സെഡിമെൻറ്റ്സ്. ഈ ഉണ്ടാകുന്ന ഓരോ സ്മോൾ പാർട്ടിക്കിൾസിനും പറയുന്ന പേരാണ് സെഡിമെൻറ്റ്സ്. ദീസ് സെഡിമെൻറ്റ്സ് ആർ ക്യാരിഡ് away by wind and water and deposited in various places. ഓക്കെ, ഈ സെഡിമെൻ്ററി റോക്സിനെ വിൻഡും വാട്ടറും പല സ്ഥലങ്ങളിലും ഡിപ്പോസിറ്റ് ചെയ്യുന്നു. ഓവർ ടൈം ന്യൂ സെഡിമെൻറ്റ് പൈൽസ് ഓൺ ടോപ്പ് ഓഫ് ദ ഓൾഡ്. അങ്ങനെ ഓരോ പ്രാവശ്യവും ഇതിങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് ഓരോ ലെയേഴ്സായിട്ട് മാറുന്നു. ദ ഓൾഡർ ലെയർ ബിക്കം കംപ്രസ്ഡ് ആൻഡ് ഹാർഡ് and turns into sedimentary rocks. Okay, can you see this? This is a picture of sedimentary rocks. Okay, this is the older layer become compressed and hard and turns into sedimentary rocks. Sedimentary rocks form only a tiny percentage of the rocks on the earth. But it is very important. They tell us a lot about the history of life and the environment. അതായത് നമ്മുടെ എൻവയോൺമെൻറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചും ഒക്കെ അറിയണമെങ്കിൽ നമ്മൾ സെഡിമെൻ്ററി റോക്സിനെ കുറിച്ച് പഠിക്കണം. ദീസ് റോക്സ് ആർ ഫോംഡ് ഇൻ ലെയേഴ്സ് വിത്ത് ദ ഓൾഡസ്റ്റ് റോക്സ് അറ്റ് ദ ബോട്ടം ആൻഡ് ദ ന്യൂവസ്റ്റ് റോക്സ് ഓൺ ദ ടോപ്പ്. അതായത് ഈ ഓൾഡസ്റ്റ് റോക്സ് ആയിരിക്കും താഴെ ഈ ബോട്ടം ഭാഗത്ത് കാണപ്പെടുന്നത്. അതുപോലെ പുതിയ റോക്സ് ഉണ്ടാകുന്നത് ന്യൂ ലെയേഴ്സ് ഫോം ചെയ്യുന്നത് ടോപ്പിലായിരിക്കും. ദ സെഡിമെൻ്ററി റോക്സ് സംടൈംസ് കണ്ടെയ്ൻ ഫോസിൽസ്. ഈ സെഡിമെൻ്ററി റോക്സിൽ ഫോസിൽസ് കാണാൻ സാധ്യതയുണ്ട്. ഫോസിൽസ് ആർ ദ പ്രിസർവ്ഡ് റിമെയിൻസ് ഓഫ് എ പാർട്ട് ഓർ ദ എൻറ്റയർ ബോഡി ഓഫ് ആൻ ഓർഗാനിസം ദാറ്റ് വാസ് വൺസ് ലിവിങ്. അതായത് ഈ സെഡിമെൻ്ററി റോക്സിൽ ഫോസിൽസ് കാണും. ഫോസിൽസ് എന്ന് പറഞ്ഞാൽ പണ്ട് ജീവിച്ചിരുന്ന ജീവികളുടെ ശരീരാവശിഷ്ടങ്ങളായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഹോൾ ബോഡി പാർട്സ് കാണും. ദാറ്റ് വാസ് വൺസ് ലിവിങ്. അത് ഒരിക്കൽ ജീവിച്ചിരുന്ന ഏതെങ്കിലും ജീവികളുടെയൊക്കെ ശരീരാവശിഷ്ടങ്ങളായിരിക്കും ഈ ഫോസിൽസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, സോ the sedimentary rocks tell us a lot about the history of life and environment on the earth. Okay, so these are all today's topic. You study well. We will meet in the next class. Thank you.